ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവരാരും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം, ഞാൻ ഈ പാതിരാത്രിക്ക് ഇപ്പോൾ സമയം 2:41 ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടാണ് അത് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് TRP കൂട്ടാൻ, കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ എയറിൽ വിടുന്നുണ്ട്. പക്ഷേ ഇപ്പുറ സൈഡിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും ആ മത്സരാർത്ഥികളൊക്കെ അവർക്കൊരു ലൈഫ് ഉള്ളതാണ്. അവരുടെ ആ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ ചെയ്യല്ല. പുറത്ത് നല്ല ആൾക്കാരായിട്ടിരുന്ന അവർ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമല്ലേ ഇത്. ഈ ഗെയിമിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഉള്ളിലാകുമ്പോഴത്തേന് അവരുടെ ഈ ഫോണില്ല, മറ്റുള്ളവരെ കാണാൻ പറ്റും, പുറലോകവുമായിട്ട് യാതൊരു എന്താ പറയുക സമ്പർക്കവും ഇല്ലാതിരിക്കുമ്പം അവരുടെ മാനസിക നിലയൊക്കെ ആകെ വല്ലാത്ത വിഷയത്തിലാവും. അപ്പോൾ പല പൊട്ടിത്തെറികളും അതും ഇതൊക്കെ ഉണ്ടാകുമ്പം നിങ്ങൾ അതിനെയൊക്കെ ചെയ്യുന്ന ഓരോ ആൾക്കാരെ ഓരോ നെഗറ്റീവായിട്ട് പുറത്ത് കാണിക്കുമ്പോഴത്തേന് ആൾക്കാർ എന്തായിരിക്കും അവരെപ്പറ്റി ചിന്തിക്കുന്നത്? അപ്പോൾ പുറത്ത് എങ്ങനെ ആയിരുന്നോ അകത്ത് വന്നപ്പോൾ അവർ വേറൊരു രീതിയിലാണ് എന്ന് പറഞ്ഞ് അവർ തിരിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്കൊരു ലൈഫുള്ളതാണ്, അവർ ജീവിക്കാനുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും അവരുടെ മാനസിക നില തെറ്റുമല്ലേ ചെയ്യുള്ളൂ. കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫർ ഇതുപോലെ ആയിരുന്നു. ആ കുട്ടി പുറത്ത് എന്തെല്ലാം നല്ല ഇത് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ റിയൽ സ്വഭാവം വെളി വന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ഇട്ട് നെഗറ്റീവ് അടുപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുമോളോട് കാണിക്കുന്നതും. അനുമോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എന്നല്ല, അതിനകത്തുള്ള ഇപ്പോൾ അക്ബർ ആയാലും ശരത്തായാലും റെനയൊക്കെ കൊച്ചു പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ നെഗറ്റീവ് മാത്രം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് TRP കൂടും. അതൊരു കണ്ടൻറ്റ് ആക്കിയിട്ട് അത് നിങ്ങൾ പുറത്ത് വിടുമ്പോഴത്തേന് ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അവരോടൊരു നെഗറ്റീവ് ഇതേ ആൾക്കാർക്ക് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കല്ലാതെ എത്രയോ കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് എയറിൽ വിടാൻ പറ്റൂലേ? അങ്ങനെ മറ്റുള്ളവരുടെ എന്താ പറയുക വിഷമങ്ങൾ, മറ്റുള്ളവരുടെ ഇമോഷൻസൊക്കെ വെച്ച് കളിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ്. ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. മറ്റ് പല ഭാഷയിലും ഞാൻ കാണുന്നുണ്ട്, അവരാരും ഇത്രയും ഇത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. അപ്പോൾ എനിക്കിത് ഈ പാതിരാത്രിക്ക് വന്നൊന്ന് പറയണമെന്ന് തോന്നിയത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത്. എനിക്കതിനോട് യോജിക്കാൻ പറ്റണില്ല, അത്ര തന്നെ.